പല രീതിയിലും പലരും ഭയങ്കര മോശമായിട്ട് പറയുന്നത് ഇത് ഇവര് സ്ത്രീയാണോ ഇങ്ങനെയാണോ പറയേണ്ടത്? അതിനെന്താണ് സ്ത്രീയാണ്, അതിനെന്താണ്? ഞാൻ വേറൊന്നും പറഞ്ഞില്ല, വേറൊന്നും കാണിച്ചില്ലല്ലോ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഒരുപാട് പേര് മെസ്സേജസ് അയച്ചു, അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് നമ്പേഴ്സ് അയച്ചിട്ട് പ്രപ്പോസൽസ് ഞങ്ങളെ എങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ അവരുടെ ജോലി വരെ അവർ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപാട് പേര്. എനിക്ക് ഒന്ന് 5-8 പ്രപ്പോസൽസ് എങ്കിലും നമ്പർ സഹിതം വാട്സപ്പിൽ നമ്പർ സഹിതം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വേണം കാണിക്കാം. നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ? ചെറുതാണ് എന്നുള്ള രീതിയിൽ ചെറുതാണ്, നല്ലതല്ല ചെറുത്. എടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇട കൊടുക്കരുത് നിങ്ങൾ കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതിപ്പോ ഞാൻ വേറെ ഒരു സ്ത്രീയോട് അറിയണല്ലേ, ഒരു വയറിനോ എന്റെ ശരീരത്തിനോ ഒരു കേടുമില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഈ ഇത് കാണിച്ചോണ്ട് കുറച്ചുകൂടെ നടന്ന് ഞങ്ങൾക്ക് കിട്ടുമോ? ഇത് ഈ കേരളത്തിലെ ഇത് നടക്കുള്ളൂ. വല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ പെണ്ണുങ്ങൾ കൂടി ചൂലിന് മുള്ളിയിട്ട് അച്ഛനെ എന്ത് തെമ്മാടി തരാം. ആർക്കാ കെട്ടേനില്ലെന്ന് പറഞ്ഞ് കെട്ടേന് പൊടിയെന്നും പറഞ്ഞ് ഇങ്ങനെയാണോ? ഒരാണും പെണ്ണും അല്ലാത്ത അവക്കടെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രേണു തന്നെ. രേണു കണ്ടന്റിന്റെ ആളാണല്ലോ, കണ്ടന്റ് വാരിക്കോരി തരുന്നതാണല്ലോ. അതുപോലെ ഒരു കാര്യം തന്നെ പറഞ്ഞെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇപ്പം ഇന്നലെ ഈ വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഓർത്ത് ഇന്നങ്ങ് ചെയ്യാൻ ഓർത്തുകൊണ്ടാണ് ഇന്നലത്തെ ആ വീഡിയോയുടെ കൂടെ അത് ഉൾപ്പെടുത്താതിരുന്നത്. ഒത്തിരി ലെങ്ത് ആയി പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം വനിതാ ദിനമായിരുന്നു. വനിതാ ദിനത്തിൻ്റെ ഇതായിക്കൊണ്ട് നമ്മുടെ മഞ്ജു പത്രോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, രേണുസുതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന് വേറെയും കുറച്ച് കാര്യങ്ങൾ രേണു പറയുന്നുണ്ട്. അത് ഒരു പെണ്ണിന് ചേർന്ന് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു വിവരമില്ലായ്മയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കമൻറ്റ് വന്നിരിക്കുന്നുണ്ട് വിവരമില്ലായ്മയല്ല അഹങ്കാരമാണ് എന്ന് പറഞ്ഞിട്ട്. അതും കറക്റ്റാണ് പറയുന്നത്, അഹങ്കാരമാണ്. എനിക്ക് എന്തും പറയാം, എന്നാ പറഞ്ഞാലും ആരും ഒന്നും ചോദിക്കാനില്ല. എനിക്ക് എന്നത് വേണേലും സമൂഹത്തിൽ ഒന്ന് പറയാം, എന്നെ ആരും ഒന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ എന്നാ വേണേലും പറയാം, എന്നാ വേണേലും കാണിക്കാം എന്ന് പറയുമ്പം സമൂഹത്തിലുള്ളൊരു ഈ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ ചിലപ്പോൾ അറിയാതെ വയലൻ്റ് ആയിപ്പോവും. കാര്യം അവർ പ്രതികരിച്ചു പോകും അറിയാതെ. കാര്യം ഫോൺ എടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, ഈ രേണുസുതിയുടെ ഈ വൃത്തികെട്ട കുറേ വർത്തമാനങ്ങളും ഈ ഡബിൾ മീനിങ്ങും പിന്നെ ഇവർ കാണിക്കുന്ന കുറേ തോന്നിയാസങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ അഭിലാഷം എന്ന് പറഞ്ഞവരുടെ പിന്നെ വേണ്ട അവർ കൊണ്ട് ഈ വേറെ പമ്പ അവർ വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നി. ഇപ്പം അങ്ങ് വൈറലാകാൻ വേണ്ടി തോന്നുന്നു അങ്ങ് അഴിഞ്ഞാടുവാണ് അവർ. അതുകൊണ്ട് നമുക്ക് ഫോൺ തുറക്കാനേ പറ്റത്തില്ല. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തുറക്കാനേ പറ്റത്തില്ല. അതുപോലെ ഇതിനകത്തുണ്ട് അങ്ങനെ കുറേ എണ്ണങ്ങൾ. അപ്പോൾ ഇതിനൊക്കെതിരായിട്ട് ആൾക്കാർ പ്രതികരിക്കും. അപ്പം ഷെബീന ബീവിയെ വിളിച്ച് ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു അമ്മയെന്ന് തോന്നുന്നു, അവർ ചേച്ചി സംസാരിച്ചേക്കുന്ന കാര്യങ്ങൾ ആ വോയിസ് അവർ വിട്ടിട്ടുണ്ട് അവരുടെ വീഡിയോയിലൂടെ. അത് ഞാൻ ഇതിനകത്തോട് കേൾപ്പിക്കാം. ആ ഒരു പറയുന്ന കാര്യങ്ങൾ കേട്ട ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് വീഡിയോയിലൂടെ. രേണു ഈ വായു വരുന്നതെല്ലാം വിളിച്ചും പറഞ്ഞ് പുള്ളിക്കാർക്ക് തോന്നുന്ന പോലൊക്കെ കിടന്ന് കാണിച്ച് ഒരുപാട് ആഭാസതരങ്ങൾ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില മനുഷ്യർ ഇവർ പലയിടത്തും പല ഇതിനും പോകുന്നതാണ്, ഉദ്ഘാടനത്തിനും ഒക്കെ ഇവർ പോകുന്നതാണ്. അവിടെ വെച്ച് ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചാൽ മതി. പിന്നെ നാണം കെട്ടിട്ടിരിക്കണം. നാണക്കേടല്ലേ അതൊക്കെ? ഒരു പെണ്ണിനെ ആരും വന്നൊരു ഇങ്ങനെയൊക്കെയുള്ള ചീത്ത വല്ലതും പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ പോകുന്നൊരു പുള്ളിക്കാരിയാണ്. നമുക്കൊക്കെ എന്നാന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളാണ് നമ്മുടെ കൂടുതൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർ കല്യാണം കഴിയുന്നതിനും വരെ നമുക്ക് ഒരു കുടുംബജീവിതം അങ്ങനെയൊക്കെ നമ്മൾ കല്യാണം അതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലി അങ്ങനെയൊക്കെ ആയിരിക്കും കല്യാണത്തിന് മുന്നേ ഉള്ളൊരു ചിന്ത. കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞുങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കുഞ്ഞുള്ളേ പോലും ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ആ കുഞ്ഞാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ലക്ഷ്യം. ആ കുഞ്ഞുങ്ങളെ ഒരു പൊസിഷനിൽ എത്തിക്കുക, അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുക, അവർക്ക് നല്ലത് വരാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ആ ഒരു കൊച്ചു ആ വീട്ടിലുണ്ടെന്ന് പോലും ഇവർ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഇവർ പറഞ്ഞു നടക്കത്തില്ല. എന്നാണെങ്കിലും നമുക്ക് ആദ്യം മഞ്ജു പത്രോസ് പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം കേട്ടോ. ആദ്യം നമുക്ക് രേണു പറയുന്നത് കേൾക്കാം. രേണു വനിതാ ദിനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടതിന് ശേഷം മഞ്ജു പത്രോസ് പറയുന്ന കാര്യം കേൾക്കാം. ആ വനിതാ ദിനത്തിൽ തന്നെ രേണു പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളൂടെ കേൾക്കാം. ഇപ്പോൾ സിരിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 2 മക്കളെയും ഒറ്റയ്ക്ക് വളർത്തി ഇപ്പൊ കൊണ്ടുവരുന്ന ഒരാളാണ് ചേച്ചി. ഈ വനിതാ ദിനത്തില് ചേച്ചിക്ക് എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? സ്ത്രീകളോടോ? ഒറ്റയ്ക്ക് താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ വനിതകൾ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. വനിത അല്ലെങ്കിൽ സ്ത്രീ അമ്മയാണ് അല്ലേ? നമുക്ക് അമ്മ എന്ന് പറയുന്ന ഒരു സത്യം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു വിളക്കാണ് അമ്മ. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക. പിന്നെ
ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുന്നവരാണ്. ഒരുപാട് കണ്ണുകളിലൂടെ അവരെ കാണുന്നു മറ്റുള്ളവർ. പക്ഷെ അവരുടെ ജീവിതം അല്ലെ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഈ പുറമേ നിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക. അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഈ നെഗറ്റീവ്സും ഈ പ്രശ്നങ്ങളും ഒന്നും തളർത്താതെ അവർ മുന്നോട്ട് പോകാറ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അവർ ഒരിക്കലും തളർന്നു പോകരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വനിതാ ദിനത്തിൽ. നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങളെ ചിലപ്പോൾ തളർത്താൻ ഒരുപാട് പേര് കാണുന്നത് ചിലപ്പം വിധവകളായിട്ടുള്ള സ്ത്രീകളായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും, ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. ഇവരെയൊക്കെ തളർത്താൻ ഒരുപാട് പേര് കാണും. പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾ തളരാതെ മുന്നോട്ട് തന്നെ പോകാം. മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനം എത്തും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുക, മുന്നോട്ട് പോകാൻ. എന്തായാലും ദൈവം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നിങ്ങളുടെ ഈ പറഞ്ഞതിനോട് എന്നാ പറഞ്ഞാലും സുധിച്ചേട്ടൻ എന്നുള്ളൊരു പേര് ഈ കൂടെ നിൽക്കുന്ന മീഡിയക്കാരനും എടുത്തിടാറുണ്ട്. സുധിച്ചേട്ടൻ പോയതിനു ശേഷം രേണു സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം ആ ആദ്യ സമയങ്ങളൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഇവർ പുറത്ത് പറയുന്നില്ല. ഇവരെ സഹായിച്ചവർ ഒരുപാട് പേര് വന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ മറ്റൊരു താഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരുള്ളൊരു മനുഷ്യനായിരുന്നു, വെളുത്ത് ഒരു മീശയില്ലാത്ത പേര് പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിന് താഹ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു പേര്, അത് താജോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ സമയത്ത് ഇച്ചിരി ഇവരുമായിട്ട് എൻ്റെ തന്തയാണോ പുള്ളി എന്നൊക്കെ ചോദിച്ചാണ് രേണു. അവരുമൊക്കെ എവിടുന്ന് സഹായിക്കാമോ അതിൽ നിന്നൊക്കെ എല്ലാവരും സഹായിച്ച് എല്ലാ കാര്യങ്ങളും കൊടുത്ത് അന്ന് ഇവരുടെ അക്കൗണ്ടിലൊക്കെ പൈസ വരുന്നുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മി നക്ഷത്രം ഇവരെ സഹായിച്ചെന്നിവർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്രം സഹായിച്ചെന്നാണ്. അതുപോലെ തന്നെ ഈ വീഡിയോസും ഇവർ പറഞ്ഞ് ഞാനൊരു ഒഴുക്കിനെതിരെ വന്നതാണെന്ന് ഇവർ എപ്പോഴും പറയുന്നുണ്ട് മീഡിയയുടെ മുന്നിൽ. ഞാനൊരു ഇതിലേക്ക് വന്നതല്ല, ഞാനൊരു ഒഴുക്കിന് കൂടെ ഇങ്ങനെ പോകുന്നതാണ്. ഒഴുക്കിന് കൂടെ പോകുന്നതല്ല, പുള്ളിക്കാരി ആ ഒഴുക്കുണ്ടാക്കി വന്നതാണ്. കാര്യം ലക്ഷ്മി നക്ഷത്രം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഡാനി എന്ന് തോന്നുന്നു, അതോ അതിലാണ് അതോ ഒരു ഇൻ്റർവ്യൂ ഉള്ളൊരു വീഡിയോയിലാണ് പറയുന്നത്. ഞാൻ കേട്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രം പറഞ്ഞു പുള്ളിക്കാരിയാണ് ആ ഒരു സ്പ്രേയുടെ കാര്യം പറഞ്ഞു. അത് ഒരു വീഡിയോ ആക്കാനൊന്നും ലക്ഷ്മി നക്ഷത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പുള്ളിക്കാരിയാണ് അതൊരു വീഡിയോ ആക്കണമെന്നും വീഡിയോ ആക്കി പബ്ലിക്കിലേക്ക് വിടണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിന്ന കാര്യം പുള്ളിക്കാരിയുടെ ആ ഒരു ഇതൊക്കെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ ശരിക്കും സുധി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പൊട്ടാനായിരുന്നു എന്നുള്ളത്. കാര്യം ഇവരുടെ ഈ ബുദ്ധി ഭയങ്കരമായിരുന്നു. ഈ പുള്ളിക്കാരി കൂടെ ഉണ്ടായിട്ട് സുധിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത്രയും വലിയ ബുദ്ധിയുള്ളൊരു ബുദ്ധി രാക്ഷസിയാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് ഓർത്തിട്ട് എങ്കിൽ അങ്ങനെ ഇത്രയും ദുരിതങ്ങൾ കിടന്ന് അനുഭവിക്കുകയില്ലായിരുന്നു. ഇതിനെ അങ്ങ് അഴിച്ചങ്ങ് വിട്ടാൽ മതിയായിരുന്നു, അങ്ങനെ രക്ഷപ്പെട്ടു പോയായിരുന്നേ. അതുപോലെ തന്നെ പുള്ളിക്കാരി വനിതകൾക്ക് കൊടുക്കുന്നത് ശരിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ശരിക്കുള്ള വിധവയെ നിങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കുള്ള വിധവകൾ ഒത്തിരി പേര് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിയാണ്, സമൂഹത്തിൽ അവരോടുള്ള പെരുമാറ്റങ്ങൾ. ഒരു ഭർത്താവില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മറ്റ് കുറേ ആഭാസന്മാർ കാണും ഏത് നാട്ടിലും. അവന്മാരുടെ വായിൽ നിന്ന് വൃത്തിയേട്ട വർത്തമാനങ്ങൾ, അവന്മാരുടെ വൃത്തിയേട്ട നോട്ടങ്ങൾ, അതൊക്കെ സഹിച്ചും ഒത്തിരി അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഇവരനുഭവിച്ചിട്ടില്ല. ഇവരതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു വിധവയുടെ യാതൊരു കുറവും ഇവർക്ക് കയറി കിടക്കാൻ കിടപ്പാടം ഉണ്ടായിട്ടുണ്ട്, സ്ഥലം കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം ഇത് ഏത് വിധവകൾക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ലോകത്ത് ഏത് വിധവകൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരാൾ? ഒന്നും മേടിക്കാതെ ഒരു സ്ഥലം ഉണ്ടായിട്ട് പോലും ഒരു പേര പോലും വെച്ച് കൊടുക്കാൻ ആൾക്കാരില്ലാത്തവരുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി അവർ എന്തെല്ലാം പണി ചെയ്യുന്നുണ്ട്, എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് വിധവകൾ എന്നുള്ളൊരു ലേബൽ പുള്ളിക്കാരിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിധവകൾക്ക് പോലും ഒരു അപമാനമാണ്. ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വീട്ടിൽ ചവിട്ടി വരെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്നിട്ട് അതിന് കുറ്റം പറഞ്ഞാണ്. ഇവരെ ആര് സഹായിച്ചോ അവർക്കെല്ലാം എതിരെ ഇവർ കുറ്റം പറഞ്ഞു നടക്കുന്ന സ്ത്രീയാണ് ഇവരവർക്കല്ല. ഇനി ഇവരൊരു കല്യാണം എല്ലാം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ സുധിയെ ഇവർ കുറ്റം പറയും. അങ്ങേരുടെ കൂടെ ഉള്ള ജീവിതം എനിക്ക് ദുരിതമായിരുന്നെന്ന് പറയും ഇവരൊരു കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക്. കാര്യം അങ്ങേർക്ക് കിട്ടാനുള്ള ഇൻഷുറൻസ് തുക എല്ലാം പുള്ളിയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞ് പുള്ളി വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്നാന്ന് അറിയുന്നത്, അങ്ങേരുടെ കൂടെയുള്ള ജീവിതം എനിക്ക് ദുരിതം. അത് ഇവർ മാറ്റി പറഞ്ഞില്ലേ നിങ്ങൾ നോക്കിയോ. അപ്പോൾ പുള്ളി വിധവയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. നമുക്ക് മഞ്ജു പത്രോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. നമ്മുടെ വനിതാ ദിനമല്ലേ, ലേഡീസ് ഡേ. അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുണ്ട്. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം.
അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. ഇപ്പോൾ മനസ്സിലായോ? മഞ്ജു പത്രോസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് പറയാം. ഇവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഈ ഒരു കാര്യം ഇതുപോലെ തന്നെ ഈ രേണു പറയുന്ന പല തോന്നിവാസങ്ങൾക്കും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞാണ്. ഒരുത്തം വന്ന് നമ്മളോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വിലയില്ലായ്മയാണ്. അല്ലെങ്കിൽ ഒരു വട്ടമേ അവൻ നമ്മളോട് ചോദിക്കുകയുള്ളൂ, പിന്നീട് അവൻ ചോദിക്കത്തില്ല. അവൻ ഒരു വട്ടം ചോദിക്കുമ്പോൾ നമ്മളത് ചിരിച്ച് ആസ്വദിച്ച് തിരിച്ച് റിപ്ലൈ കൊടുത്താൽ അവന് മനസ്സിലാകും, ഇവൾക്ക് ഈ ടേസ്റ്റാണ് ഇഷ്ടം, എന്നാൽ പിന്നെ ഇവളുടെ അടുത്തേക്ക് ഈ മൈൻഡിൽ നിന്നേക്കാം എന്ന് വിചാരിക്കും. അതാണ് ഈ രേണുവിൻ്റെ അടുത്ത് എല്ലാ ഓൺലൈൻ മീഡിയക്കാരും കാണിക്കുന്നതും ഇവളുടെ കൂടെ അഭിനയിക്കുന്ന ആണുങ്ങളും കാണിക്കുന്നത് തന്നെയാണ്. ഇവളുടെ കൂടെ അഭിനയിക്കുന്ന ആണുങ്ങളും കാണിക്കുന്നത് ഇവൾ അത് അങ്ങോട്ടാണ് ചെല്ലുമ്പോൾ പിന്നെ അവർക്ക് എന്നാ കുഴപ്പം? അവർക്കൊരു കുഴപ്പമില്ല. അന്ന് ഇങ്ങനെയൊക്കെ എന്നാ കോലം വേണമെങ്കിലും കെട്ടട്ടെ. ഇത് സോഷ്യൽ മീഡിയയിലോട്ട് ഇടാതിരിക്കുവാണെങ്കിൽ മറ്റു മനുഷ്യരിലും ഒരു പിള്ളേരൊക്കെ എടുക്കുന്ന ഫോണും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് പിള്ളേരെങ്കിലും കണ്ടുപിടിക്കാതിരിക്കത്തില്ലേ? മഞ്ജു പത്രോസ് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ നാളെ ഒരാൾ ഇത് പറയരുത്. അതൊന്നും പുള്ളിക്കാരിക്ക് ചിന്തയില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഈ ഒരു കാര്യം ഈ ലാസ്റ്റ് മഞ്ജു പത്രോസ് പറഞ്ഞു നിർത്തിയ കാര്യം, രേണു ഈ വനിതാ ദിനത്തിൽ വനിതകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ടും ഘോര സംസാരിച്ചതാണ്. ഇപ്പോൾ വിധവകൾ അങ്ങനെയാണ്, ആനയാണ്, കുതിരയാണ്, ചേനയാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ച് പുള്ളിക്കാരി ആ പറഞ്ഞ ഇതിൽ നിന്നും പിന്നെ പറയുന്ന വാക്കുകൾ ഒരു പെണ്ണിന് പറയാൻ കൊള്ളാവുന്ന വാക്കുകളല്ല പിന്നെ അവർ വായിന്ന് വരുന്നത്. എൻ്റെ പട കാണാതിരിക്കാൻ ഞാൻ പുത്തിരിക്കട്ടെ എന്നൊരു സാധനം. അപ്പം അതിനിടെ പല രീതിയിലും പലരും പല കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. അതിനകത്ത് പറയുന്ന സംഭവമാണ്, നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല, ചെറുത്. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാൻ എന്ത് പറയാനതിനകത്ത്? ഇവള് ശരിക്കും ഈ വടാന്ന് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. വിളി വടാന്ന് ഉദ്ദേശിക്കുന്നത് എന്നതാന്നില്ല. ആ ഒരു ചോദ്യം ചോദിച്ചവനോട് തിരിച്ചു കൊടുത്ത മറുപടി കേട്ടോ. ഇതുപോലൊരു പിഴച്ച പെണ്ണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയ്ക്ക് ഇവരിതൊരു തമാശ, ഇവരൊക്കെ നാട്ടിലിപ്പോൾ ഇങ്ങനെയാണോ അപ്പനും അമ്മയൊക്കെ ഇരുന്ന് കൂട്ടുകാരും ഒക്കെ ഇരുന്ന് തമാശ പറയുന്നത്? ഈ മാതിരി കാര്യങ്ങളൊക്കെയാണ് തമാശ പറയുന്നത്. ഈ മാതിരി ആഭാസത്തരമാണോ പറയുന്നത്? ഇത്രയും ഇവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് ഇപ്പോഴും കുറച്ച് പേരും കൂടെ ഉണ്ട്. അവർക്കും കൂടെ ഇനി ഇതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ മതി. ഇവളുടെ ഈ തോന്നിവാസം നിൽക്കും. ഇവളുടെ ഈ തോന്നിവാസം നിർത്തി ഇവൾ മര്യാദയ്ക്ക് അഭിനയിക്കാൻ മാത്രം ചെയ്തിച്ച് ഇവളുടെ വീട്ടിൽ പൊക്കോളും. കുറച്ച് പേരും കൂടെ ഇവളുടെ ഇപ്പോഴും ആ കുഞ്ഞ് ജീവിച്ചോട്ടെ, ആ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു വരുന്ന കുറേ നന്മമരങ്ങളുണ്ട്. ഒന്നെങ്കിൽ ആ വരുന്നവരും ഈ ടൈപ്പായിരിക്കാം. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനും ഇങ്ങനെയുള്ള വർത്താനം കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. പണ്ട് അതുപോലെ കൊതുകിന് മില്ലേ ഏതാണ്ട് ഒരു വാർത്തവരുണ്ടല്ലോ എന്ന് പറയുന്നവരായിരിക്കും. അവരിതൊക്കെ കണ്ടായിരിക്കും ഒരു ചില സംതൃപ്തിപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്ന് പറയുന്നത്. അത് ജീവിച്ചോട്ടെ, അത് പാപമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇത് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇതൊരു തമാശയായിട്ടാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പല രീതിയിലും പലരും ഭയങ്കര മോശമായിട്ട് പറയുന്നത്, ഇത് ഇവര് സ്ത്രീയാണോ ഇങ്ങനെയാണോ പറയേണ്ടത്? അതിനെന്താണ്? സ്ത്രീയാണ്, അതിനെന്താണ്? ഞാൻ വേറൊന്നും പറഞ്ഞില്ല, വേറൊന്നും കാണിച്ചില്ലല്ലോ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആ ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ തമാശ രീതി പറഞ്ഞ അത് വലിയ വിവാദമാക്കാൻ പറഞ്ഞൊന്നും അല്ല മാഷ. ഞാൻ വെറുതെ ഒരു തമാശ രീതി കൊട്ടിയ സാധനമാണ്. അതെന്തായാലും പോയി. ഇനിയിപ്പോ കൈവിട്ടേറി പറന്നു, ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ തമാശ എന്ന് പറയുന്നത്. അതിനെന്നാ ഞാൻ പറഞ്ഞു, ഈ ഒരു അഹങ്കാരമാണ് ഇവർക്ക്. ഇതുപോലെ തന്നെയാണ് ഇവരോട് മറ്റേ അബോർഷൻ്റെ കാര്യം അബോർഷൻ ചെയ്തു, പെണ്ണുങ്ങളാണെങ്കിൽ അബോർഷൻ ചെയ്യും. എന്നിട്ട് ആ വായി തന്നെ തിരിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ഇനി വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ചോദിക്കാമെങ്കിൽ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയും. അങ്ങനെ വാ തുറക്കുന്ന നുണച്ചിയാണ്. ഒന്നെങ്കിൽ ഇവർക്ക് വെളിവില്ല, ഇല്ലെങ്കിൽ ഇവർ നുണച്ചിയാണ്. ഇതിലേതെങ്കിലും ഒരു പ്രശ്നമാണ് ഇവർക്ക്. അതുപോലെ തന്നെ ഇവരിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട്. കല്യാണം ആലോചന അത് ഞാനും കണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. ഇവർ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്ന് സ്തുതി പോയിട്ട് ഇപ്പം 3ാമത്തെ വർഷമാക്കാൻ പോകുന്നു ജൂൺ ആകുമ്പോഴത്തേക്ക്. ഈ 3 വർഷം കൊണ്ട് ഇവർ ഭയങ്കര അവശതയായി പോയോ? എവിടെ ഇവർ തൊഴഞ്ഞു മടുത്തെന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഈ ആണുങ്ങളുടെ ഇടയിൽ കൂടെ കിടന്ന് കുറച്ച് തൊഴഞ്ഞു. നല്ലൊരാൾ വന്നാൽ ശരിയാക്കാൻ തയ്യാറായി. ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു
മാനസികാവസ്ഥയിലല്ല, സത്യമായിട്ട് ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒറ്റയ്ക്ക് മടുത്തടേ, ഒറ്റയ്ക്ക് തുഴയാൻ വയ്യ. പക്ഷെ ഞാൻ ഉടനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഭൂലോക കള്ളി എന്നാ ചെയ്യണമെന്ന് അറിയാം. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് തരണ്ടി വാലിന് അടിക്കേണ്ടത്, അല്ലാതെ വേറെ ആരെയല്ല ഈ ചോദിച്ചു നടക്കുന്നവരെയല്ല ഒന്നും ചെയ്യേണ്ടത്. തുഴഞ്ഞു പോയത് ഇതൊക്കെ കേട്ട് തന്നെ പുള്ളിക്കാരി എന്തിനാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്? ഈ ശരിക്കും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് പെട്ടെന്ന് അതിലൊരു വിഷമം വരുള്ളിൽ. ശരിയാണല്ലോ, അവരൊരു വിധവയാണല്ലോ, അവർ ശരിക്കും എന്നെ പോലെ ആയിരിക്കും, അവരും കഷ്ടപ്പെടും. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങളുടെ ആദ്യം ഒരു കഷ്ടപ്പാടല്ല പുള്ളിക്കാരി തുഴഞ്ഞു, അത് നമ്മൾ കണ്ടതല്ലേ, ശരിക്കും തുഴയുന്ന കണ്ടതാണ്. അതിനകത്തൂടെ കിടന്ന് പിന്നെ തുഴഞ്ഞു മടുത്തപ്പോൾ അവരെല്ലാം എടുത്തോണ്ട് നടക്കുമായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ തുഴയിൽ. ഇതാണ് പുള്ളിക്കാരി. എവിടുന്ന് വരുന്നതെന്ന് എനിക്കറിയാൻ മേലെ ഇതുപോലുള്ള സെൻറ്റി ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അതേപോലെ പഠിച്ച കള്ളിയാന്ന് പറഞ്ഞത്. സുതിപ്പാവും അതിനൊന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. വേറൊരു കമന്റ് കൂടെ വന്നു, അങ്ങനെ ഒരാൾ വന്നാൽ ശരിക്കും ഇപ്പൊ കിട്ടുന്ന ഫ്രീഡം കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി, സുധിച്ചേട്ടൻ ജോലി ചെയ്ത് കൊണ്ടുവരുമായിരുന്നു, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല. ഒരു ഒഴുക്കിനനുസരിച്ച്, ഞാൻ എന്നും പറയുന്നത് അത് ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. എന്തായാലും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നേനെ. അപ്പം ഏട്ടൻ്റെ അകാല വിയോഗത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു അവസരം. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഡാൻസും പാട്ടും ചെറിയ അഭിനയമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾക്കാർക്കും അറിയത്തില്ല, പുറമെ ഉള്ളവർക്ക് അറിയത്തില്ല. അനൂപ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലെ അദ്ദേഹം ഇവർക്കൊരു ജോലി ഓഫർ കൊടുത്തതാണ്. ഒരു ജോലി ഇവർക്ക് ഇനിയിപ്പോൾ അത് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും അവരൊരു പക്ഷേ അവിടെ ഇരുത്തി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചെടുത്തത്. കാര്യം ഇവർ ഏവിയേഷനൊക്കെ പഠിച്ചതെന്നൊക്കെ പറയുന്നത് അത്രയും പഠിത്തമൊക്കെ ഉള്ളവരല്ലേ. അവർ അവിടെ ഇരുന്ന് അത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്നേരം എന്നാ പറഞ്ഞത്, ആ ജോലി എനിക്ക് വേണ്ടെന്നുണ്ട്. ഒരു നടുക്കടലിൽ നിൽക്കുന്ന നമുക്ക് ഒരു പെരുവഴിയിൽ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് ഒരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്കൊരാൾ ഒരു ജോലി തരിക, അതിനി അങ്ങനെ ഒരു തോട്ടിപ്പണിയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു പേര് വഴി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു നിവൃത്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലി ഏറ്റെടുക്കും, ഇല്ലേ? നമ്മൾ ജോലി ഏറ്റെടുക്കും. ജോലിയുടെ അന്തസ്സോ അല്ലെങ്കിൽ അതിലെ കഷ്ടപ്പാടോ ഒന്നും നമ്മൾ അന്നേരം ചിന്തിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാതെ മാന്യമായിട്ട് നമുക്കൊന്ന് ജീവിക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പുള്ളിക്കാരി പറയുന്നു വല്ലാതെ നിൽക്കുന്ന സമയത്ത് എന്ന് പറയുന്നത്, പുള്ളിക്കാരി എവിടെയാണ് സുധി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കഷ്ടപ്പെട്ടെന്ന് എനിക്ക് സുധി പോയതിന് ശേഷം പിറ്റേ ദിവസം മുതൽ പുള്ളിക്കാരി രക്ഷപ്പെട്ടു. കാര്യം ഒരുപാട് പേരെ സമയത്ത് സഹായിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ പേര് പറഞ്ഞാണ്. ഇങ്ങനെയുള്ള ഇതുപോലൊരു നുണച്ചി സത്യം പറഞ്ഞുണ്ട്, ഇതൊരു വിഷമാണ് ഈ ഇരിക്കുന്ന സാധനം, വിഷം. ഇവരെ വെറുത്തു പോകുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ഇവർ പറയുന്ന നുണകൾ കേട്ടാണ് ഇവരെ വെറുത്തു പോകുന്നത്. പുള്ളിക്കാരി അങ്ങനെ ഒരു വിഭാഗത്തെ പറ്റി ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് ഒത്തിരി പേര് ഓരോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നു. പുള്ളിക്കാരി പറഞ്ഞാൽ അതിനകത്ത് കമൻറ്റുകളൊന്നും നോക്കിയില്ലെന്ന്. പുള്ളിക്കാരി അതിനകത്ത് കമൻറ്റുകൾ നോക്കി അതിന് ചില കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ ഈ കമൻറ്റുകൾ നോക്കുന്നില്ല, വീഡിയോസ് കാണുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് പുള്ളിക്കാരി അറിയുന്നുണ്ട്. സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എവിടെ എന്നാന്ന് ഇങ്ങനെ തപ്പി നടക്കുന്നവരാണ്. എല്ലായിടം പോയി അരിച്ച് പെറുക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാൻ കിട്ടുള്ളൂ. പക്ഷേ പുള്ളിക്കാരി അതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഇത് കൊടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ ആവശ്യം ഇട്ടേക്കുന്നത് ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വീടിൻ്റെ വാതിക്ക് ഒരു സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നല്ല അവർ പറഞ്ഞത്. അവർക്ക് കൂടെ ജീവിക്കാൻ ഒരു പുരുഷനെ വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതൊരു പ്രപ്പോസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, ഇവരത് ചോദിക്കുകയല്ലേ ചെയ്യുന്ന. ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ബാ, എനിക്ക് സമ്മതമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഞാൻ അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ എന്നതാണോ പുള്ളിക്കാരുടെ അന്നേരത്തെ മാനസികാവസ്ഥ, ഒരുപാട് മാനസികാവസ്ഥ. ബിഗ് ബോസിൽ പോയി അവിടെ ഞാൻ ഇറങ്ങിപ്പോയി. ഇന്നും ഞാൻ അവിടെ നിന്ന് എവിക്റ്റ് ആകാത്തൊരു വ്യക്തിയാണ്. ഏത് ബിഗ് ബോസിന് പിടിച്ചിറക്കി വിട്ടെന്ന് പറയണം, അതാണ് വേണ്ടത്. കാര്യം സത്യം പറയും, ലാലേട്ടൻ പിടിച്ചിറക്കി വിടുമായിരുന്നു. കാര്യം പുള്ളിക്കാരി എന്നും കിടന്ന് കരച്ചിലായിരുന്നു. എനിക്ക് പോണേ എന്ന് പറഞ്ഞിട്ട് കരയുമായിരുന്നു. കാരണപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞാൽ ബാ പോയി ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇറക്കി വിട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പുള്ളിക്കാരി അവിടെ നിന്ന് ഞാൻ ഈ സ്വന്തമായിട്ട് ഇറങ്ങി പോകുന്ന പറയുന്ന വർത്താനം കേട്ടാണ്ടല്ലോ, നാണോ മാനോ ഇല്ല സത്യത്തിൽ. ഭയങ്കര തൊലിക്കെട്ടി കേട്ടോ. കാരണം എൻ്റെ കമൻറ്റുകളല്ല ശ്രദ്ധിച്ചത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ റിക്വസ്റ്റിനകത്ത് കുറേ മെസ്സേജസ് വന്നു. ഒരുപാട് പേര് മെസ്സേജസ് അയച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് നമ്പേഴ്സ് അയച്ചിട്ട് പ്രപ്പോസൽസ്, ഞങ്ങളെ എങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു ഞങ്ങളെ കൊണ്ട്, ഞങ്ങൾ അവരുടെ ജോലി വരെ അവർ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപാട് പേര്. എനിക്ക് ഒന്ന് 5-8 പ്രപ്പോസൽസ് എങ്കിലും നമ്പർ സഹിതം വാട്സപ്പിൽ നമ്പർ സഹിതം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ പറ്റില്ല, വേണ്ട അവരുടെ പേഴ്സണൽ കാര്യം. ചിലപ്പോൾ അവർ തമാശ കിട്ടുകയാണോന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവരെ കോണ്ടാക്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് രേണു, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയുക, പിള്ളേരെയൊക്കെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, ഞങ്ങളിങ്ങനെ ഡിവോഴ്സാണ് അല്ലെങ്കിൽ വൈഫില്ല. ചിലവർ ഇളയത്തങ്ങൾ, എൻ്റെ ഇളയത്തങ്ങൾ കല്യാണം കഴിക്കാത്തവർ വരെ പ്രപ്പോസൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടിയിൽ കമന്റ് ഇവളെയോ എനിക്കറിയില്ല എന്താണെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്.
പുള്ളിക്കാരിക്ക് താല്പര്യമൊന്നുമില്ല, അന്നേരത്തെ ആ ഒരു ഇതിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. പക്ഷെ വന്ന നമ്പറിലെല്ലാം പുള്ളിക്കാരി വിളിച്ച് ചോദിച്ചു ആരാ എന്താ എന്നാന്നൊക്കെ അറിയാനായിട്ട്. നമുക്കൊരു കാര്യം താല്പര്യം, ഇനി ഒരു നിമിഷത്തെ ഇതിന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പോവുകയില്ല. അതാ പറഞ്ഞത്, വാ എടുക്കുന്നതേ നോണ പറയാം. ഇടയ്ക്ക് ഇവർ പോലും അറിയാതെ ഇവർ വായിന്ന് സത്യങ്ങൾ പറയാം. അത് സ്തുതി പറയിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്തുതിച്ചേട്ടൻ കൂടെ ഉണ്ടെന്ന് 24 മണിക്കൂറും പറയാറില്ലേ, ആ സ്തുതി പറയിപ്പിക്കുന്നതാണ്. സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് വരുന്നത് അങ്ങനെയാണ്. പുള്ളിക്കാരി പോലും അറിയാതെ സത്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ വരെ പറഞ്ഞു എനിക്ക് അങ്ങനെ താല്പര്യം ചുമ്മാ ഒരു തെറ്റന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് മടുത്തു എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ, ഞാൻ ഒരു വിവാഹം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ വന്ന നമ്പറിലെല്ലാം വിളിച്ച് പുള്ളിക്കാരി അന്വേഷിച്ചു ആരാ എന്നതാ എനിക്ക് പറ്റിയത് വല്ലതാണോ. ഇവർ കെട്ടാനൊന്നും പോകുന്നൊന്നുമില്ല, ചുമ്മാ അവന്മാരുമായിട്ട് കുറച്ചൊന്നും സൊള്ള അത്രയേ ഉള്ളൂ. വന്നവന്മാരും പോഴങ്ങന്മാരും സത്യം ഇത്രയും കാര്യങ്ങൾ ലൈവായിട്ടെല്ലാം കണ്ടിട്ടും ഇവളെ മനസ്സിലാക്കാതെ ഇവർ ഇനിയൊരു ജീവിതത്തിൽ ഇവർ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. അതിനി ആരും കല്യാണം കഴിച്ചാലും അത് ഇവർ വേണേൽ പറയും അവർ കൊച്ചിനെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അതായിരിക്കും അടുത്ത ഡയലോഗ് കൊണ്ട് വരുന്നത്. ഇവർ കെട്ടിയാൽ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത്, ഇവർ ഓരോന്നും ചെയ്യുന്നത്. ഇവരെ പറ്റി ആരോട് അഭിപ്രായം ചോദിച്ചാലും പലർക്കും പലതും പറയണ്ട. നമുക്ക് സുതിമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഴവിൽ മനോരമ വന്നിട്ടുള്ളതാണ് സുതിമോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ സത്യം പറഞ്ഞ ഇപ്പം എന്താ അന്ന് ആ സൂചിച്ചേട്ടൻ ട്രോഫിയൊക്കെ ഇങ്ങനെ എടുത്ത് അവാർഡൊക്കെ കൊണ്ട് കട്ടിൻ്റെ അടിയിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് നുണ പറയാല്ല, എനിക്ക് മനസ്സിൽ വെച്ച് അപ്പോൾ എനിക്കൊരു ഇഷ്ടക്കേട് തോന്നി. ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്തൊരു ഇതാണ്. ആ പുള്ളിക്കാരുടെ ട്രോഫി മാറ്റിയിട്ടാണ് തള്ളയെന്ന് ഞാൻ ഓർത്തില്ല. ഇവർക്ക് അവരുടെ ട്രോഫി മാറ്റിയിട്ടാണെങ്കിലും കട്ടിൻ്റെ അടി വെച്ച സാധനം ഇവിടെ വെക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു വിഷമം, കാരണം ഞാൻ ആ സുധിച്ചേട്ടനെ അത്ര സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ല, ഈ രേണുസുതിയോടും അല്ലെങ്കിൽ രേണുസുതിയുടെ ഇപ്പൊ കിച്ചു എന്ന് പറയുന്ന മോനോടൊക്കെ എല്ലാവർക്കും സ്നേഹം, കൊല്ലം സുധിയോടുള്ള സ്നേഹമാണ് ഇവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് സുധിച്ചേട്ടൻ്റെ ആണ്ടിൻ്റെ അന്ന് അവിടെ ഡാൻസ് കളിച്ചു അലൻ ജോസ് പെരേര. ശരിക്കും പറഞ്ഞാൽ രേണു ചേച്ചിക്ക് പറയാമായിരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല, അത് പറയാമായിരുന്നു. ഞാനും വിമർശിച്ചിട്ടുള്ള കാര്യം, ഞാൻ നേരിട്ട് കണ്ടുള്ള കാര്യം. അത് നിങ്ങൾ കാണിച്ച ഭയങ്കര മണ്ടത്തരവും അതിനേക്കാൾ വലിയ ആഭാസമായി. ഇങ്ങനെ കൈ അടിച്ചിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇന്ന് ഇവിടെ കളിച്ചത്. ഒരു കമന്റൊക്കെ പുള്ളിക്കാർ പറയണ്ടായിരുന്നു പുള്ളിക്കാരൻ കളിച്ചപ്പോൾ. പക്ഷെ അതങ്ങനെയല്ല. എടാ നമുക്ക് ശരിയാണ്, നീ എൻജോയ് ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ പേശ സമയങ്ങളിൽ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ചെയ്യുന്ന എനിക്ക് കുഴപ്പമില്ല. ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ച ദിവസമാണ്. ഞാനൊരു ഇപ്പം പറയുമായിരിക്കും ഞാൻ കുലശ്രീയാന്ന് വല്ലതും അങ്ങനെ വല്ലതും പറയായിരിക്കും. ഞാനൊരു വീട്ടമ്മയായതുകൊണ്ട് ഞാൻ സാധാരണ ജനലിൽ നിന്നും ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ വലിയ വലിയ ഇങ്ങോട്ടൊന്നും സൊസൈറ്റി വന്ന് ഫാഷനായിട്ട് ജീവിക്കുന്ന ഒരാളാകാത്തതുകൊണ്ടും ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പറയാമായിരുന്നു നീ ചെയ്ത് ശരി. എല്ലാവർക്കും ഒരു സുതിമോളെ അതിനുള്ള ന്യായീകരണങ്ങളുണ്ട്. രേണു ആൻറ്റി വന്നായിരുന്നു, രേണു ആൻറ്റി അല്ല രേണു കുഞ്ഞുമാവ് വന്നായിരുന്നു. രേണു കുഞ്ഞുമാവ് വന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടെ കഴിഞ്ഞു ആ ചടങ്ങ്. സുചൻ ഞങ്ങളവിടെ ഇട്ടേച്ചാണ് പിന്നെ വീട്ടിലോട്ട് വന്നത്. സുചൻ ഞങ്ങളോട് ഇട്ടേച്ചാണ് പിന്നെ വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിക്കുമായിരുന്നു ചെയ്തത്. അതാണ് രേണു ചേച്ചി പറഞ്ഞ രേണു കുഞ്ഞുമാവ് പറഞ്ഞ ആ ഒരു മറുപടി. ഞങ്ങളവിടെ പോയി പ്രാർത്ഥിച്ചു, അവിടെ എന്നെ ഓവർ ആക്ടിങ് ആയിരുന്നു. കൈയൊക്കെ അവിടെ അവൾ കരയുന്നതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് ക്യാമറ വെക്കാനായിട്ട് മീഡിയക്കാർ. ആ ലോക അഭിനയമായിരുന്നു അവിടെ. അതിൻ്റെ പകുതി അഭിനയം ഈ സ്ക്രീനിലൊന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ എന്നേ നല്ല പേര് കിട്ടിയായിരുന്നു, നല്ലൊരു അഭിനേത്രി എന്ന് പറഞ്ഞായിരുന്നേ. അവിടെ കാണിച്ചു കൂട്ടിയ അഭിനയം. അത് കഴിഞ്ഞിട്ട് വന്നേച്ചാണ് ഞങ്ങൾ അവിടെ തീർന്നു ആ ചടങ്ങ്. പിന്നെ ആ വിളിച്ചതൊക്കെ എന്നെ രസത്തിലായിരുന്നു അറിയാമോ. എൻ്റെ കല്യാണം വിളിക്കുന്ന പോലെ ആയിരുന്നു. തമാശയൊക്കെ പറഞ്ഞായിരുന്നു. ഭർത്താവിൻ്റെ ആണ്ട് കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ വിളിച്ചത്. പുള്ളി അതൊക്കെ അതിനുള്ള വിശദീകരണങ്ങളൊക്കെ തന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ പള്ളിയിലുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഞാനും ഒരു ക്രിസ്ത്യാനിയൊക്കെ തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ രീതിയൊക്കെ പുള്ളിക്കാർ പറഞ്ഞ് മനസ്സിലാക്കുന്ന കേട്ടാൽ തോന്നും പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ ലോകത്ത് ക്രിസ്ത്യാനിന്ന്, വേറെ ആരും ക്രിസ്ത്യാനി അല്ലെന്ന് തോന്നും. പിന്നെ നമുക്കിനി കേൾക്കാനുള്ള എന്നാന്ന് വെച്ചാൽ ഷെബീന ബീബിയുടെ ഇതിലേക്കുള്ള ചിലപ്പോൾ ഇന്ന് വീഡിയോ ഇച്ചിരി കൂടുതൽ ലെങ്തായി പോകുമായിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഇന്നലത്തേനകത്ത് ചേർക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. ചിലപ്പോൾ ഇച്ചിരി ലെങ്തായി പോയിരിക്കും. എന്നാലും നിങ്ങൾ ഇതൊന്നും കേൾക്കാതെ നിങ്ങൾ ആരും പോകരുത് കേട്ടോ. ഈ ഒരു വോയിസ്. ഹലോ മാഡം, ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ മൂന്നാറിന്റെ അടുത്താ താമസിക്കണേ. എന്റെ പൊന്നെ, എനിക്ക് അറിഞ്ഞ ഒരു കൊച്ചുള്ള കാരണം ഞാൻ ടി വി ഒന്നും മേടിച്ചു വെച്ചിട്ടില്ല. അവള് 10ാം ക്ലാസ്സാണ്. ഇപ്പോൾ ടി വി ഒന്നും ഞാൻ എന്റെ ടി വി കേടായി പോയപ്പോൾ ഞാൻ ടി വി ഒന്നും മേടിച്ചിട്ടില്ല. ഈ മൊബൈല് തുറന്ന എന്റെ പൊന്നെ മാഡം ഒരു ഇത് കാണാനും പറ്റുന്നില്ല, ഒന്നുമില്ല. ഈ സുധി ഈ വൃത്തിയോട് മാത്രം. അതിനകത്ത് കൊച്ചിന് ഒരു മൊബൈലുണ്ട്, പഠിക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്ത. ഈ വൃത്തികേടല്ലാതെ കാണാൻ പറ്റുന്നില്ല. ഞാനും എന്റെ കൊച്ചിന് 4.5 വയസ്സായിരുന്നു. എന്റെ കൊച്ചിന് അപ്പനെ ഇട്ടിട്ട് പോയത് 21 ലക്ഷം രൂപ കടമുണ്ട്.
ഞാൻ പെടാപ്പാട് കേട്ട് വാടക വീട്ടിൽ കൂടി നടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു പെണ്ണുകൂടെ നിന്ന് 32 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ നിന്ന് എന്റെ കുടുംബം നോക്കിയിട്ട് ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ജീവിച്ചൊരു പെണ്ണുങ്ങളെയാ. എന്റെ കൊച്ചിനെ പഠിപ്പിച്ച് എന്തോരം ചെയ്യാത്ത തൊഴിലില്ല. മണല് വരാൻ പോയി ചങ്കത്ത് വെച്ച് മുട്ടയെ കുത്തിയിട്ട് മറ്റേ മണലി ചങ്കത്ത് വെച്ച് വരി സ്കൂളിൽ വിട്ടിട്ട് വേണം തിരിച്ച് കൊച്ചു വരുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലും. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി വാടക വീട്ടിൽ കിടക്കാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാ. ഈ പിള്ളേർക്ക് എന്റെ കൊച്ചിനെ പോലെ തന്നെ കൊച്ചുങ്ങൾ എന്തോരം മൊബൈല് കാണുന്നത് എന്ത് വൃത്തികേടാ. ഹലോ, നമ്മളെന്ത് ചെയ്യാൻ പറ്റൂന്ന് ഇതിന് നിയമപരമായിട്ട് ഈ പിള്ളേരുകൾ ഒപ്പിട്ട് കേസ് കൊടുത്താ ഇത് കാരണം ഇവരെന്ത് വേണേലും ചെയ്യട്ടെ, അത് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്താൽ പോരെ. അങ്ങനെയൊക്കെ വരുന്ന എല്ലാ ചാനലുകാരെയും നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും നിർവാഹമുള്ളൂ. അതെന്ത് ചെയ്യുമെന്ന് എനിക്കും അറിഞ്ഞില്ല കേട്ടോ. അതിങ്ങനെ കോൺസ്റ്റന്റ്ലി എല്ലാരും പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഒരു കൊച്ചു ചെറുക്കനൊക്കെ ഒരു 10ാം ക്ലാസ് പോലും ആയിട്ടില്ലായിരിക്കും. ഒരു കൊച്ചൊക്കെ മൊബൈലിൽ ഇരുന്ന് പറയുമ്പോ അവനൊക്കെ ആ വീഡിയോ എടുത്ത് വെച്ചത് അവന്റെ ഒക്കെ ആ മുഖത്തെ ഇവരെ കളിയാക്കി പുച്ഛിച്ച് പറയുമ്പോ ഇവരൊരു തലയില് സത്യമായിട്ടും എന്റെയൊക്കെ നാട്ടിൽ എനിക്കൊക്കെ ഒന്ന് കണ്ടു കയറി പോകാനായിട്ട് ഇടയുണ്ടായിരുന്നില്ലല്ലോ. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അത്രത്തോളം വെറുപ്പ് തോന്നുന്നുണ്ട്. ആ ബിഷപ്പിനെ പറഞ്ഞത് അതങ്ങനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ നുണ തള്ളാനായിട്ട് എന്നെ ഈ ലോകത്തില്ലേ. പണ്ടൊക്കെ 10 മക്കളെ ഇട്ടിട്ട് കെട്ടിയവന്മാര് ചത്തുപോകുകയോ ഇട്ടിട്ട് പോവുകയോ ചെയ്ത് വരുമ്പോ ആ കള്ളന്മാര് മൂത്തങ്ങളെ അറിവാക്കി പണിക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഇളയങ്ങളെ വളർത്തിയെടുത്ത് എന്തോ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? അതൊക്കെ ശരിയാണ്. ഞങ്ങളും 5 എണ്ണത്തിൽ ഏറ്റവും ഇളയ എന്റെ അപ്പൻ 10-14 വയസ്സായപ്പോ ഞങ്ങൾ തമിഴ്ക്കാരാണ് ഇവിടെ വന്നിട്ട് എന്റെ അമ്മ പാരമ്പര്യമായിട്ട് ഇവിടെ വന്ന് അമ്മയും അപ്പന്റെ അപ്പൂപ്പന്റെ കാലത്ത് വന്നവരാ. അമ്മയൊക്കെ ജനിച്ച എന്റെ അമ്മയ്ക്ക് 91 വയസ്സുണ്ട്. ഈ നാട്ടിൽ കേരളത്തിൽ തന്നെ എന്താ ഈ കാണിക്കണേ? എന്തൊക്കെ നന്നെടുത്താണ് സത്യമായിട്ട് നമ്മൾ ഒരു ആസിഡ് വെച്ചാൽ നോക്കി മോത്ത് അമ്മ അങ്ങനെ പറയാം ഞാൻ ചെയ്താനെ. സത്യമായി സുധീനെ ഇവള് കൊന്നതാണോ എന്ന് സംശയം. അരിമാരിവിനു ആയിട്ട് പോയിട്ട് ഇവള് ഇപ്പൊ എല്ലാവർക്കും ഗുണ്ടകളെ വെക്കുന്നവള് ഈ ആ ബിഷപ്പിനെ പോലും അവിടെ കിടത്തി ഓർക്കില്ലാത്തവള് ഇവനെ പോലും കൊന്നിട്ട് ഇവള് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ചെയ്താണോ എന്ന് ഞാനൊക്കെ ഏത് കാര്യം ഓർക്കുക. സാധ്യതയുണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവത്തില്ല. എന്താണ് ഇത് ചെയ്യുന്നത്? ഞങ്ങൾ 5 മക്കൾ ഏറ്റവും ഇളയ മോളാണ് ഞാൻ. എന്റെ കുടുംബം നോക്കി 4 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്റെ ചേച്ചിമാരെ കൂടെ മക്കളെ വരെ നിലനിർത്തിയതിനു ശേഷം ഞാൻ കല്യാണം കഴിച്ച ഒരു റേഷനറി മേടിച്ച് നീക്കുക. എന്റെ ഒരു കൊച്ചിനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ച. അവൾക്ക് 10ാം ക്ലാസ് ആയുള്ളൂ. അവൾക്ക് അത്യാവശ്യം തയ്യലും എന്നുള്ളൂ. ഞാൻ എന്റെ പ്രസവം ഓപ്പറേഷൻ ആയിരുന്നു. ഇതിപ്പോ ഞാൻ വേറെ ഒരു സ്ത്രീയോട് പറയുന്നല്ലേ. ഒരു വയറിനോ എന്റെ ശരീരത്തിനോ ഒരു കേടുമില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്നാ ഇത് കാണിച്ചോണ്ട് കുറച്ചുകൂടെ നടക്കാൻ ഞങ്ങൾക്ക് കിട്ടുമോ? ഇത് ഈ കേരളത്തിലേ ഇത് നടക്കുള്ളൂ. വല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ പെണ്ണുങ്ങൾ കൂടി ചൂലിൽ മുള്ളിൽ കെട്ടാൻ എന്ത് തെമ്മാടി തരാം. ആർക്കാ കെട്ടിയവനില്ലെന്ന് പറഞ്ഞ് കെട്ടിയവന് പൊടിയെന്നും പറഞ്ഞ് ഇങ്ങനെയാണോ? ഒരാണും പെണ്ണും അല്ലാത്ത അവക്കടെ ഒരു ഫോട്ടോ ഇന്ന് വരെയും കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ കൂടെ വേറൊരു പെണ്ണിന്റെ 1-2 പെണ്ണുങ്ങളുടെ കൂടെ അല്ലാതെ ഏത് നേരവും ഇത് ഈ കൊച്ചു പിള്ളേർ കാണുമല്ലേ? ഈ സമൂഹം കാണുമല്ലേ? വീഡിയോ ചെയ്യുന്നു എന്നിട്ട് അതിന് നടത്താൻ വയ്യാന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അവർ ജീവിക്കുന്നതിന് ആർക്കും കുറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ പലൊക്കെ പറഞ്ഞു പോകുന്നത്. അഭിപ്രായം പങ്കുവെച്ചതിന് നന്ദി. ഞാൻ ഈ ഓഫീസിൽ ഒരു കാര്യം മേഡത്തിനോട് പറയാം. എന്റെ മകളും 10ാം ക്ലാസ് കഴിച്ച LKG ഒരു വന്ന് ഞാൻ സ്വയം തോപ്പിച്ചാണ്. 16 വയസ്സുണ്ട്. അവള് നാടകം കളിക്കും, അഭിനയിക്കും. അവരുടെ സ്കൂളിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഡാൻസ് സ്കൂളിലെ എല്ലാ ആവശ്യങ്ങൾക്കും അവർക്ക് നാളെ വളർന്നു വരുമ്പോ പറയാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ഞങ്ങളൊരു കുഞ്ഞു പറ്റില്ല ഒത്തിരി കഷ്ടപ്പാടാ. ആ കഷ്ടപ്പാടിന്റെ ഇടയിൽ ആ കൊച്ചിനെ തോന്നുക അവരൊക്കെ ചെയ്യുന്നല്ലോ. അതേമാതിരി നമുക്കൊന്ന് പോയാൽ എന്ന് തോന്നിയാ ഇങ്ങനെയുള്ള സമൂഹത്തിനല്ലേ വാർത്ത കൊടുക്കണം. അത് നമ്മൾ നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യുക. നാട്ടുകാരെന്തോ ചെയ്യട്ടെ, അങ്ങനെയല്ലല്ലോ. നമ്മൾ വളർത്തുന്ന വേറെ അത് ചെയ്യില്ല. അതോ ഇവിടെ കാണുന്നിടം വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങളുടെയൊക്കെ കാണാന്ന് ഓർത്ത് ഞാൻ എടുക്കും. എനിക്ക് ഒരു കൊച്ചി എന്റെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണാനൊന്നും എടുക്കും. മേഡത്തിന്റെയും കാണുന്ന മേഡത്തിന്റെ എല്ലാ വീഡിയോകളും ഞാൻ കാണുന്ന എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ ഇട്ടത് ഒരു 2 പെണ്ണുമ്പടമാര് ഒരു മുസ്ലിം കെട്ടിയല്ലേ ഇതൊക്കെ ഇട്ടത് എനിക്കതൊക്കെ ഭയങ്കര ഹൃദയത്തെ തട്ടിയ ഒരു ഇതുണ്ട്. അത് കാണാൻ വേണ്ടി എടുക്കുമ്പോ എല്ലാത്തിലും ഇവള് ഒരു വാട്സപ്പിൽ ഇല്ലാത്തൊരു ഇതൊന്നും ഇല്ല. യൂട്യൂബൊക്കെ ഞാൻ ഇതാക്കി കൊടുത്തന്നെ എല്ലാ വീഡിയോയിലും ഇത് തന്നെ. 4-5 വയസ്സായ കുഞ്ഞിനെയും വെച്ച് എലിയിൽ വെച്ച് പോയി ആലുവയിലെ ട്രെയിനിൽ പിന്നെ ചാകാൻ പോയി എടുത്തുന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ എന്റെ ഒരു കൂട്ടുകാരി വന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ എന്റെ കൊച്ചിനെയും കൊണ്ടുവരുന്ന ഞാൻ വളർത്തിയിട്ട് ഇത്രയും ആറ്റി ഞാൻ എടുക്കുന്ന കാലം വരെയും ഞാൻ ആൾക്കാരുടെ അടുത്ത് ഒരു മുട്ട സൂചിക്ക് വിടുവോ? ഇല്ല, എനിക്കൊരു നല്ലൊരു പേരുള്ള വെച്ചാൽ എന്റെ മകളെ വീടും അന്വേഷിക്കും, സ്കൂളിലും എല്ലായിടത്തും ഇതിനൊരു പേര് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ പ്രതീക്ഷയിൽ ജീവിച്ചു പോകണം. ഈ മക്കൾക്കൊക്കെ തലമുറയ്ക്ക് ഇങ്ങനെയാണ് പകർന്നു കൊടുക്കണം. ദൈവസത്യമായിട്ട് എനിക്ക് അവളെ കാണാൻ പറ്റുമെങ്കിൽ ജയിലിൽ കിടന്നാലും എല്ലാവരും ഞാൻ നാസറ്റ് വിളിച്ച് ഞാൻ അവളെ മുഖം പൊളിപ്പിച്ചു തന്നെ.
ഒരു ഗുഹയും കാണിച്ച് മൊഴിയും കാണിച്ച് എനിക്ക് വലിയ ഉണ്ടെങ്കിലാണ് സാധിക്കുക. എന്റെ കൂടപ്പുറപ്പോ ആരെങ്കിലും ആയിരിക്കണം പഠിച്ച് ഞാൻ വീട്ടിലൊട്ടിച്ച് കയറിയണേ. അമ്മയാണ് പറയാം അത്രയും സങ്കടമാണ്. അല്ല എന്ത് വേണമെങ്കിലും എവിടെയെങ്കിലും കിടന്ന് അഴിഞ്ഞാലല്ലേ ഈ യൂട്യൂബിലെ ഓരോ ആൾക്കാരെ കൊണ്ടും ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 10 പിള്ളേരെ കൊണ്ട് ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാൽ മേഡം ഇതിന് അവസാനം ഉണ്ടാകും. നമുക്ക് ആലോചിക്കാം, നമുക്ക് ഒരു വക്കീലിനെ അന്വേഷിക്കാം, എന്താ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. ഒന്ന് ഇതൊന്നും നിർത്തി തരുമായിരുന്നു. നമ്മുടെയൊക്കെ കാലം തീർന്നു. മക്കൾ അനേകം കുഞ്ഞുമക്കളുണ്ട്. അവര് കഷ്ടപ്പാടിന് വേണ്ടി ഇൻഷൂർ അടിക്കാൻ തുടങ്ങി. എന്തെല്ലാം കൊച്ചു പിള്ളേര് നടത്തുന്നറിയാം. 10-15 വയസ്സായ പിള്ളേര് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കഞ്ചാവ് വലിയിലേക്കായി. ഇനി ഇതും കൂടി ആയി. എന്ത് വൃത്തികേടാണ് ഈ മക്കൾക്ക് പകർന്നു കൊടുക്കണത്. എല്ലാവരും വിധവയാ. ഞാനും ഇട്ടിട്ട് പോയി ജീവിച്ചിരിപ്പുണ്ടോ എന്തോന്ന് അറിയത്തില്ല. 20-21 ലക്ഷം രൂപ കടവായി. എന്നെ ഇട്ടിട്ട് പോയിട്ട് വലിയൊരു ഫാമൊക്കെ നടത്തി നല്ല പോലെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു നിമിഷം എന്റെ എല്ലാം പോയി, ഭർത്താവും പോയി. ഞാൻ എന്റെ കുഞ്ഞിനെ കളഞ്ഞൊന്നുമില്ല. ഞാൻ പോലെ വാടക വീട്ടിൽ കൂടി നടന്നു. എന്ത് കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങളൊക്കെ മുന്നോട്ട് വന്നു. ഞങ്ങളൊക്കെ മക്കൾ നശിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ഈ സമൂഹത്തിൽ എന്ന് പറയാം. അമ്മ പ്രയാസപ്പെടാതിരിക്കും, വഴി ഉണ്ടാവും കേട്ടോ. ഒരു മൊബൈലിന്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നെ. ഇപ്പൊ നമുക്ക് TV ഞാൻ ഈ കൊച്ചിന് 2 കുഞ്ഞു മുറി ഒരു അടുക്കളയേ ഉള്ളൂ. അപ്പൊ TV മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോ ഒരു മുറിക്ക് വേറെ 2 മുറിക്ക് കഥകില്ല. TV മേടിച്ച് വെച്ചാൽ കൊച്ചിന്റെ പരീക്ഷ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ലാത്ത മാർക്ക് കിട്ടുന്നിട്ട് യാതൊരു പേടിയില്ല, നോണ പണിയില്ല. അതാകുമ്പോൾ സ്കൂളിൽ കാലത്ത് തൊട്ട് വന്ന് എന്നോട് 10 മിനിറ്റ് സംസാരിച്ചിട്ടൊക്കെ ആയിട്ടുള്ളൂ. എന്റെ മകളാണ് എനിക്കറിയാം. ഈ മക്കൾക്ക് വരെ തരണം. ഞാൻ ഒരു ചീത്തയായിട്ട് കണ്ട എന്റെ മകൾ എന്നെ അംഗീകരിക്കുമോ? ഈ ആ തൊടിയോന പോലത്തെ ഒരു ചെറുക്കൻ രണ്ടാം തള്ളേ ആയിക്കോട്ടെ. സത്യം അറിയാം, ഞങ്ങളുടെയൊക്കെ തമിഴ്ക്കാരിൽ ആരെങ്കിലും ഒക്കെ ആയിരുന്നു ആ ഇറക്കം തന്നെ വെട്ടിയത് ഞാൻ. ഇനി എന്റെ കൂടപ്പിറപ്പുകളോ എന്റെ സ്വന്തം ബന്ധത്തിൽ ആരെങ്കിലും ആണെങ്കിൽ പോലും ഉണ്ടല്ലോ. ഇനി എന്റെ നാട്ടുകാരാണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ കയറി അവളെ തല്ലിയേനെ. എന്റെ അയൽക്കൊക്കെ എന്റെ ഈ ഏരിയയില് അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നു പോലും. ശരിയമ്മ, ഞാൻ വേറെ തിരക്കില്ല, വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളിന്ന് ചിരിക്കും. നമ്മളല്ല ഞാൻ ചിരിക്കും, നിങ്ങളാരും ചിരിക്കുന്നുണ്ടായിരിക്കാം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥയെ നോർത്തേക്ക് ഫോൺ ചാർജ് ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് ഫോൺ ചാർജ് ചെയ്ത് കൊച്ചിന് പഠിക്കാൻ കൊടുക്കുന്ന അതിനകത്തൊരു യൂട്യൂബ് എടുത്ത് ഇതൊക്കെയാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, പഠിക്കാൻ നമ്മൾ ഫോൺ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടെ ഇരുന്ന് അങ്ങോട്ട് മാറിയപ്പോൾ ഇവർ ഏതെങ്കിലും ഒന്ന് മാറ്റുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരത് കാണാൻ വേണ്ടി നിൽക്കും, അതിലേക്ക് അങ്ങ് പോകും. അതാണ് വരുന്നത്. രേണുവിന് റീൽസ് ഇടാം, മാന്യമായിട്ടുള്ള റീൽസ്, മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ നല്ലതല്ലേ പറയത്തുള്ളൂ. ഒരു വിധവ എന്നുള്ള ലേബലിലാണ് പുള്ളി എല്ലായിടത്തും ഒന്ന് ആളാകുന്നത്. ആ ഒരു ലേബലിൽ ആളാകാൻ നിൽക്കുന്ന ഒരു വിധവേനെ അവർ പറഞ്ഞ വർത്താനം ചൂലെടുത്ത് അടിക്കുമെന്ന്. എൻ്റെ കണ്ണുമുന്നിൽ എങ്ങനെ വന്ന ചൂലെടുത്ത് ഞാൻ അവരടിക്കും. ഇവരെ ഇനി ഓരോ ഇനോഗ്രേഷനൊക്കെ വിളിക്കുന്നവരൊന്ന് സൂക്ഷിച്ചോളുക. ഇതുപോലുള്ള എത്രയോ ദേഷ്യമുള്ള ആൾക്കാർ കാണും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്. ഈ രേണുവിനൊരു തോന്നലുണ്ട്, രേണു ആകാശത്തോടുകൂടിയാണ് നടക്കുന്നതെന്ന്. ഭൂമിയിലൂടെ ആണെന്നുള്ള ചിന്തയെ രേണുവിനില്ല. ഈ ഭൂമിയിലൂടെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ പണ്ട് അങ്ങനെ ജീവിച്ചിരുന്നതെന്ന് കൂടെ ചിന്തിക്കണം. ഒന്നാമത് ഇവർ അഭിനയിക്കുവാണെങ്കിൽ ഇവർ ഏത് ഡ്രസ്സ് കൊണ്ട് ഇട്ടോട്ടെ. അല്ലാത്ത സമയങ്ങളൊക്കെ ഇവർ ഈ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി മാന്യമായിട്ട്, ഇനി അവർ ഉടുപ്പിടാനവർക്ക് കൊതിയാണെങ്കിൽ അവർ ഉടുപ്പ് ഇട്ടോട്ടെ. അതൊരു ഇച്ചിരി ഒന്ന് ഇറക്കം കുറഞ്ഞ് അങ്ങനെയൊക്കെ ഈ ഇറക്കം കുറഞ്ഞല്ല ഇറക്കമുള്ള അങ്ങനെ ഒരു ഇതായിട്ട് അല്ലാത്ത സമയത്തൊക്കെ അവർ ഏത് കോലം വേണമെങ്കിലും കെട്ടി നടക്കട്ടെ. ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു മര്യാദയ്ക്കും മാന്യതയ്ക്കും. ഞാൻ വിധവയാണ്, വിധവകളോട് പറയുവാണ് ഞാൻ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ ഈ വിധവയുടെ ലുക്കും കൂടെ എല്ലാവരും ഒന്ന് നോക്കണം. എല്ലാവരും നോക്കണം ഈ വിധവയുടെ ലുക്ക്. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. പുള്ളിക്കാരി മുടി വരെ ഏതാണ്ടൊക്കെ കാണിച്ച് ചെയ്തിച്ച് ലാസ്റ്റ് അതിൽ അഴിച്ച് പറിച്ച് ദൂരെ കളഞ്ഞ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണോ ഒരു വിധവ? ജീവിക്കാൻ വേണ്ടി തുഴഞ്ഞ് മടുത്തത് ഇതാണോ? ശരിക്കും തുഴഞ്ഞ് മടുക്കുന്നവരെ ഇവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അറിയത്തില്ല ജീവിതത്തിൻ്റെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവർക്ക് ഒട്ടും അറിയത്തില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നേരത്തെ ഞാൻ പറയുമായിരുന്നു ഇവർ ജീവിച്ച സാഹചര്യവും ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഇവർ ജീവിതത്തിൽ ശരിക്കും ബുദ്ധിമുട്ട് എന്നെന്ന് അറിഞ്ഞിട്ടില്ല. സുധിയുള്ള സമയത്ത് എല്ലാവരും കയ്യിൽ നിന്ന് കടമേടിക്കുമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണിച്ച് ഓരോ പൈസയുടെ ബുദ്ധിമുട്ട് എന്നാന്ന് ഇവരങ്ങനെ അധികം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പൈസയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ഇവർ കഷ്ടപ്പാട് എന്നാന്നറിഞ്ഞ് ഇവർ 500 രൂപയ്ക്ക് തെണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു തെണ്ടി ഇതെന്ന് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇവർ ഇത്രയും കിടന്ന് അതുപോലെ ഇവർക്കൊരു വേറെ ജോലി ഇവർക്ക് കിട്ടുക എന്നുള്ള രീതിക്കാണ് ഇവരുടെ വർത്താനം കേട്ടാൽ. അതുകൊണ്ട് ഈ ലോകത്തെ വിധവകളെല്ലാം സോഷ്യൽ മീഡിയയിലോട്ട് അഭിനയിക്കാനായിട്ടാണല്ലോ വരുന്നത്. അവർക്കൊന്നും വേറെ ജോലിയില്ലല്ലോ. ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവർക്ക് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി ഇവർ പഠിച്ച തൊഴിൽ തന്നെ ഇവർക്കാണെങ്കിൽ ചെയ്യായിരുന്നു. അങ്ങനെ എന്നതെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അതൊരു കാര്യമുണ്ട്, അവിടെയൊക്കെ മാന്യമായിട്ട് ജോലി ചെയ്യണം. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പോകുന്നവർക്ക് നല്ലതായിട്ട് പോകാം, മോശമായിട്ട് പോകേണ്ടവർക്ക് മോശമായിട്ടും പോകാം. അങ്ങനെയാണ്. അതിൽ ഇവർ ചെന്ന് ചാടിയത് അഴുക്ക് ചാലിലേക്കാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടേക്കുന്നു ഒരാൾ, ആണുങ്ങൾ ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകിപ്പോകും. അങ്ങനെ പോയില്ലേ എല്ലാവരും? പ്രജീഷിൻ്റെ വല്ല വിവരമുണ്ടോ? ദാസേട്ടൻ പറഞ്ഞു എന്നതാണ്, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു തന്നെയാണ്. ലാസ്റ്റ് ആറ് തലേ വന്ന് കുറ്റം. പുള്ളിക്കാരി അത് ഒരു അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കുന്നത്. ഞാനാണ് ചെയ്തതല്ല, എനിക്കെല്ലാം ഇങ്ങനെ തന്നേരം എൻ്റെ തലയിലോട്ട് വെച്ചോ, ഞാനെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള മൈൻഡിലാണ് പുള്ളിക്കാരുടെ വർത്താനം കേട്ടാൽ. ഇതൊക്കെ ഏതാണ്ട് വലിയ അഭിമാനത്തോടു കൂടിയാണ്. ആ കിച്ചുവിനെ വരെ ഒരു ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കിച്ചുവിന് യാതൊരു ബന്ധവുമില്ല സത്യം പറഞ്ഞാൽ രേണുവായിട്ട്. രേണുവിനോട് യാതൊരു അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അടുപ്പം ഉണ്ടെങ്കിൽ ഇത്രയും നാട്ടുകാർ വേണ്ടതിനും പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആ മകൻ പറയും, അമ്മേനെ ഇങ്ങനെ പറയുന്നത് എനിക്കത് കേൾക്കുന്ന വിഷമമുണ്ട്, അമ്മ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒഴിവാക്കണം എന്ന് പറയാനായിട്ട് ആ മകൻ ശ്രമിക്കും. പിന്നെ മകൻ പറഞ്ഞാൽ കേൾക്കുന്ന അമ്മയും കൂടെ ആയിരിക്കണം.
നമ്മുടെ മക്കൾ, നമ്മൾ പ്രസവിച്ച നമ്മുടെ സ്വന്തം കുഞ്ഞ് ഒരു തെറ്റ് നമ്മൾ കണ്ട അവർ പറഞ്ഞിരിക്കും നമ്മുടെ അടുത്ത്, അമ്മ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കും. എൻ്റെ മകന് 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ 16 വയസ്സുള്ള മകൻ പറയുന്ന കാര്യമാണെങ്കിൽ ഞാൻ അവനെ പറയുന്ന കാര്യം ആ തെറ്റാന്നുള്ളത് പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലാതെ നമ്മുടെ തോന്നിയ പോലെ നമ്മൾ ജീവിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കിച്ചു ഒന്നും മിണ്ടാത്തത്. കിച്ചുവിൻ്റെതായ വഴി അവർ ശരിക്കും രേണു പ്രസവിച്ച ഒരു മകനാണ് കിച്ചു ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കിച്ചു എതിർത്തായിരുന്നേ. അമ്മ ഇത് പറ്റത്തില്ല, എനിക്ക് പുറത്തിറങ്ങി നടക്കണം, എനിക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞായിരുന്നേ. അമ്മയെന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ച് മകൾ 24 മണിക്കൂറും രണ്ട് മക്കളുടെ അമ്മയാണ് അത് പറയാൻ നടക്കുക. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ശരിക്കും നീണ്ടു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്കൊക്കെ നീണ്ടു പോയതാണ്. കണ്ടേച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.